സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിനെയാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരാഴ്ചയാകാം, അല്ലെങ്കിൽ രണ്ടാഴ്ചയാകാം, അങ്ങനെ ഒന്നിൽ കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്ത് ചെയ്യുന്ന ട്രേഡിനെയാണ് യഥാർത്ഥത്തിൽ സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സ്റ്റോക്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകുന്ന മൂവ്മെൻറ്റ്സിനെ ക്യാച്ച് ചെയ്യാനാണ് സ്വിംഗ് ട്രേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ബൈ ചെയ്ത് സെല്ല് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കുകളെ സെലക്ട് ചെയ്തതിന് ശേഷം, അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്താൽ മതി. അതിലുള്ള അപ് ട്രെൻഡിൽ പോകുന്ന ആ ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ നിന്നും ബൈ ചെയ്തുകൊണ്ട് മുകളിലുള്ള ഒരു സ്വിംഗ് ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ലോവർ ഹൈ ലോവർ ലോയിൽ മാർക്കറ്റ് താഴത്തോട്ട് വരികയാണ്, അപ്പോൾ താഴത്തോട്ടും പോകുന്ന മൂവ്മെൻറ്റ്സിനെയും സ്വിംഗ് ട്രേഡ് പോലെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് സെല്ല് ചെയ്ത് ബൈ ചെയ്യാം. അതായത് മുകളിൽ നിന്നും സെല്ല് ചെയ്തുകൊണ്ട് താഴത്തൊരു സ്വിംഗ് ലോയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമും നോക്കാം, 1 hour ടൈം ഫ്രെയിമും നോക്കാം. അപ്പോൾ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ വെക്കും. അതുപോലെ ഒന്നുകിൽ തൊട്ട് മുമ്പുള്ള ലോ വരെ വരാം, അല്ലെങ്കിൽ അതിന് മുമ്പും തിരിഞ്ഞ് മാർക്കറ്റ് വീണ്ടും പുതിയ ഹൈ വെച്ച് ഇങ്ങനെ ഹയർ ലോയിൽ തന്നെ പോകാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാനാണെങ്കിൽ, ഓക്കെ, ഇപ്പം ബുള്ളിഷായിട്ട് പോകുന്ന ഒരു മാർക്കറ്റ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്കൗണ്ട് പ്രൈസ് വരുമ്പം ബൈ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് താഴത്തോട്ട് ഒരു സപ്പോർട്ട് എവിടെ ക്രിയേറ്റ് ആവുന്നു, ആ ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏതൊക്കെ രീതിയിൽ വരാം, ഇങ്ങനെ അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ഒന്നുകിൽ ഈ തൊട്ട് താഴത്തുള്ള സ്വിംഗ് ലോ വരെ വരാം, അല്ലെങ്കിൽ ആ ഒരു സ്വിംഗ് ലോയിൽ വരാതെ ഇതുപോലെ ഇങ്ങനെ നേരത്തെ ഉള്ള ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് മുകളിൽ പുതിയൊരു ലോ വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ വരെ വരത്തില്ല. അപ്പോൾ വരാതെ പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വേണം സപ്പോർട്ടിനെ നോക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബൈ പ്ലാൻ ചെയ്യാം. ഇനി അതല്ല, ഈ ഒരു എക്സാക്റ്റ് ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് പോകരുത്, അതിന് താഴത്തായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ബൈ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബൈ നോക്കാം. ഓക്കെ, അപ്പോൾ എപ്പോൾ ബൈ നോക്കാനാണെങ്കിലും മാർക്കറ്റ് ഒരു ഹൈക്ക് മുകളിൽ കയറി ഇങ്ങനെ അപ് ട്രെൻഡിൽ പോകുമ്പോൾ തിരിച്ചൊരു ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഇതുപോലുള്ള സപ്പോർട്ട് ഏരിയയിലാകണം. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ കണ്ടു നോക്കിയാൽ മതി അത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ ഇത്രയേ ഉള്ളൂ. ഹയർ ലോയിൽ പോകുന്ന ഒരു മാർക്കറ്റ്, ബുള്ളിഷായിട്ട് പോകുന്ന ഒരു മാർക്കറ്റിൽ സപ്പോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ബൈ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഈ ഒരു താഴത്ത് വന്നപ്പോൾ നിങ്ങൾ ബൈ എടുക്കുന്നു, ഒന്നുകിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ വന്നപ്പോൾ ബൈ എടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തൊട്ട് താഴത്തുള്ള ഡിമാൻഡ് ഏരിയ വരെ സപ്പോർട്ടാകാം എന്നുള്ള ഒരു വ്യൂവിൽ നിങ്ങൾ ബൈ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അടുത്തൊരു ഹൈ എവിടെയാണ് വരുന്നത്, ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഡെയിലിയിലെ ഹൈ ആവാം, അല്ലെങ്കിൽ 1 hour ആവാം. നിങ്ങൾക്ക് 1 hour വെച്ചിട്ടും ചെയ്യാം, ഡെയിലി ടൈം ഫ്രെയിം വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ആകുമ്പോൾ കുറേ അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ആ ഒരു ടാർഗറ്റ് എത്തുന്നത്. 1 hourൽ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു സ്വിംഗ് ഹൈ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ 5 minute പോയിട്ടുള്ള സ്വിംഗ് ഹൈ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ഒരു ഏരിയ കാണത്തുള്ളൂ, ടാർഗറ്റിലേക്ക് അധികം ദൂരം കാണത്തില്ല. അപ്പോൾ ഈ 1 hourൽ മേജറായിട്ടുള്ള സപ്ലൈ ഏരിയ, ആ ഒരു സ്വിംഗ് ഹൈ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദൂരം ഉണ്ടാവും ടാർഗറ്റിലേക്ക്. അപ്പോൾ ആ 1 hour നോക്കിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡെയിലി ടൈം ഫ്രെയിം നോക്കിയിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള സ്വിംഗ് ഹൈയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ ഈ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയ, അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ
തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ട്രെൽ ലൈൻ മാർക്ക് ചെയ്യുക. ആ ട്രെൽ ലൈനിൻ്റെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ട്രെൽ ലൈനിൽ നിന്ന് നിങ്ങൾ ട്രേഡ് എടുത്താലും ഈ ഒരു ലോയ്ക്ക് താഴത്തായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിന് വെക്കേണ്ടത്. ഓക്കെ, കാരണം ആ ഒരു ലോയ്ക്ക് താഴത്ത് പോയാലേ മാർക്കറ്റ് വീണ്ടും താപ്പോട്ടേക്ക് പോകൂ എന്നുള്ളൊരു വ്യൂവിൽ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പോയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചെയ്യാം? മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടുന്നത് ഒന്നുകിൽ ഈ ഒരു അവസാനത്തെ ഹൈ വരെ പോകാം റെസിസ്റ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ ഹൈയിൽ പോകാതെ തിരിച്ചു വരാം. ഓക്കെ, അപ്പം നിങ്ങളിവിടെ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് മാർക്കറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വന്നില്ല അതുകൊണ്ട് എൻട്രി എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വ്യൂ ആണെങ്കിൽ പിന്നീട് മാർക്കറ്റ് ഇങ്ങനെ നിങ്ങളൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് പിന്നീട് വരുമ്പോൾ നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ട്രെൻഡ് ലൈനിലേക്ക് പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതിൻ്റെ SL എന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മുകളിൽ തന്നെ നോക്കുക. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ തൊട്ട് താഴത്തുള്ള സിംഗിൾ ലോയിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എൻട്രി എടുക്കുമ്പോൾ ഒന്നുകിൽ ആ ഒരു സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ട്രേഡ് എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ലോവർ ഹൈ ലെവലിലാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ട്രെൽ ലൈൻ കണക്ട് ചെയ്തിട്ട് ആ ട്രെൽ ലൈനിൻ്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ സ്വിങ് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തവർക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു യു ടേൺ പോലെ വന്നിട്ടുണ്ടാവും, ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ടുള്ള. അത് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴെ വന്നിട്ട് ഇവിടുന്നാണ് തിരിച്ച് കയറിയത്. അപ്പോൾ ഇതൊരു സ്വിങ് ലോ ആണ്. അതുപോലെ മുകളിൽ നിന്ന് താഴെ വന്ന് ഇവിടം വരെ പോയി അവിടെ നിന്ന് താഴെ വന്നു, അപ്പോൾ ഇതൊരു സ്വിങ് ഹൈ. ഇങ്ങനെയാണ് ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു ഹൈയും ലോയും നോക്കിയാൽ മതി. അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് നോക്കാം. ചാർട്ടിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റിന് ഒരു നല്ലൊരു ബൈയിങ് പ്രഷർ കാണിക്കാൻ പറ്റി. ആ ഒരു ഹൈ വരെ വന്നു, തിരിച്ച് ആ ഒരു ലോയ്ക്ക് അടുത്ത് വന്നിട്ട് വീണ്ടും ആ ഒരു ഹൈക്ക് മുകളിൽ കയറാൻ പറ്റി. അപ്പോൾ നമ്മുടെ വ്യൂ എന്താണ്? മാർക്കറ്റ് അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെ വരാം? ഹൊറിസോണ്ടലായിട്ടും വരാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനായിട്ടും വരാം. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇവിടെ വന്നിട്ടാണ് പിന്നീട് തിരിച്ച് കയറാൻ നോക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറി. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു ലോയിൽ നിന്നും അടുത്ത ലോ കുറച്ച് മുകളിലാണ് വെച്ചത്. അന്നേരം എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ട്രെൽ ലൈൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രെൽ ലൈനിൻ്റെ ഏരിയയിൽ നിന്നും ആ ട്രെൽ ലൈനിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ട്രെൽ ലൈനിൻ്റെ തൊട്ടടുത്ത് നിന്ന് റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ട്രെൽ ലൈനെ തൊട്ടിട്ട് റിവേഴ്സ് ആകാം, ട്രെൽ ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ടും റിവേഴ്സ് ആകാം. അതായിരിക്കും അവിടുത്തെ വ്യൂ. അതിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേ നമ്മൾ അലേർട്ട് ആവുക. ഇനി അതിപ്പം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും മാർക്കറ്റ് ഈ ഒരു ട്രെൽ ലൈൻ്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രിക്ക് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ടാർഗറ്റ് എവിടെ കീപ്പ് ചെയ്യാം? തൊട്ടടുത്ത സ്വിങ് കയ്യിൽ നമുക്ക് ടാർഗറ്റിനെ നോക്കാം. അതിൻ്റെ മുകളിൽ പോയാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടം വരെ പോകാം. ഓക്കെ, തൊട്ടടുത്തുള്ള ഹൈ എവിടെയാണോ ആ ഒരു ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾ ഈ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് ഏരിയ നോക്കിയിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരത്തില്ല. വരാതെ ഇങ്ങനെ പുതിയ ഹൈ വെച്ച് പോകും. ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടൊക്കെ ആയിരിക്കും റിവേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ ഈ എക്സാക്റ്റ് സപ്പോർട്ട് ഏരിയ നോക്കിയിരിക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ട്രെൽ ലൈൻ്റെ സപ്പോർട്ടും കൂടെ നോക്കാൻ പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് കിട്ടുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് നോക്കാം. പക്ഷേ ഇവിടുത്തെ ആ ഒരു SLൻ്റെ അല്ലെങ്കിൽ അത് ഏതിന് താഴത്ത് പോയാൽ വാലിഡ് അല്ലാതാവും എന്നുള്ളത് ഈ ഒരു ലോയ്ക്ക് താഴത്ത് പോകരുത്. അപ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്തായിരിക്കണം നമ്മൾ SL കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയും ഈ മാർക്കറ്റ് വീണ്ടും നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യണം. നേരത്തെ നമ്മളൊരു എൻട്രി എടുത്തു, മുകളിലത്തെ ആ ഒരു സ്വിങ് ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ട്രെയിൽ ലൈനെ വീണ്ടും നമ്മൾ മുകളിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
മുകളിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ നിന്നായിരുന്നു നമ്മൾ ആദ്യം ഒരു എൻട്രി നോക്കിയാൽ വീണ്ടും അതേ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിലോട്ട് വന്നപ്പം അടുത്ത ട്രേഡ്. അതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. ഈ ഒരു ഹൈയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഹയർ ലോയിൽ പോകുന്ന മാർക്കറ്റ് ഒരിക്കലും താഴത്തുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലോട്ട് എപ്പോഴും വരണമെന്നില്ല. തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ ആയിരിക്കും മിക്കവാറും പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി നമുക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട് ആ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി നോക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഇവിടുന്നൊരു എൻട്രി എടുത്തിരുന്നു. ഈ എൻട്രി എത്ര ദിവസം കഴിഞ്ഞാണ് അവിടെ ചെന്നത്? ഒരു 10-11 ദിവസത്തോളം എടുത്തു ഈ ഒരു ടാർഗറ്റ് വരെ എത്താനായിട്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഹോൾഡ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതിനെയാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിനാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അത്രയും ദിവസം ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ട്രേഡിലിരിക്കുക ആ ഒരു ടാർഗറ്റ് എത്തുന്നിടം വരെ. ഇനി മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അത് താഴത്തോട്ട് പോകുന്ന മൂവ്മെൻറ്റ്സിനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പോയതിന് ശേഷം മുകളിൽ നിന്നും ട്രേഡ് നോക്കിക്കൊണ്ട് താഴത്തുള്ള സിംഗിൾ ഓയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷിൽ പോവുകയാണ്. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷിൽ പോയ മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് കയറിപ്പോയി ഇവിടെ വന്നിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. ഓക്കെ, അപ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു. അപ്പോൾ തിരിച്ച് കയറണമെങ്കിൽ എന്ത് വേണം? അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. അത് ഹയർ ലോ ലോവർ ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയവർക്ക് ഇതിനകത്തൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂ എന്താ? താഴത്തോട്ട് പോകുന്ന മൂവ്മെൻറ്റ്സിനെ പിടിക്കുക. നേരത്തെയുള്ള ആ ഒരു ഹൈക്ക് അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എവിടെ നോക്കാം? തൊട്ട് താഴെയുള്ള ഈ ഒരു സിംഗിൾ ലോയ്ക്ക് അടുത്ത്, പരമാവധി ബോഡിക്കടുത്ത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, വിക്ക് വരെ കാത്തിരിക്കല്. ചിലപ്പോൾ 1-2 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കല്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ റിവേഴ്സ് ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു 4-5 ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു ടാർഗറ്റ് കിട്ടി. ഇനി നിങ്ങൾ ഇതിൽ തന്നെ ട്രേഡ് നോക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഇതിവിടെ ആയിരുന്നു ഒരു അവസാനത്തെ ലോ. ആ ലോയിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴത്ത് വന്നിരുന്നു. ഓക്കെ, താഴത്ത് വന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ട് വീണ്ടും താഴെ വന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ പോകണം, എന്നാലേ മുകളിലോട്ട് പോകൂ എന്നുള്ളൊരു വ്യൂവിൽ ഈ ഒരു ഹൈയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ട്രേഡ് പ്ലാൻ ചെയ്യാം. എന്തായി? ആ ഒരു ഹൈക്ക് മുകളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിനെ നോക്കാം. സ്റ്റോപ്പ് ലോസിനെ അതിൻ്റെ മുകളിൽ തന്നെ വെക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടാർഗറ്റ് എവിടെ വെക്കുക? ഈ തൊട്ട് താഴത്തുള്ള ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ ടാർഗറ്റിനെ വെക്കുക. അതോടൊപ്പം മാർക്കറ്റ് ഇങ്ങനെ ലോവർ ലോയിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ട്രെൻഡ് ലൈനും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ട്രെൻഡ് ലൈനിൻ്റെ ഏരിയനെയും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് വരാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ വരണമെന്നില്ല ഇങ്ങനെ ലോവർ ലോയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഹയർ ലോയിൽ പോകുമ്പോൾ. അതിനുവേണ്ടിയാണ് ഈ ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ നോക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്താലും നിങ്ങളുടെ SL എവിടെയായിരിക്കണം? ഈ ഒരു ഹൈക്ക് മുകളിൽ തന്നെ ആയിരിക്കണം SL കൊടുക്കേണ്ടത്. വീണ്ടും അത് തിരിച്ച് ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് വന്നില്ലേ? നമ്മൾ ആദ്യം ഈ ഒരു റെസിസ്റ്റൻസ് നോക്കിയിട്ട് ഇവിടെ നിന്നൊരു ട്രേഡ് താഴത്തോട്ട് നോക്കിയിരുന്നു. അപ്പോൾ താഴെ നിന്ന് വീണ്ടും മുകളിലോട്ട് ഈ ട്രെൻഡ് ലൈൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. റിസ്ക് എന്നാലും ഇവിടെ തന്നെയാണ്. ഈ ഒരു ഹൈക്ക് മുകളിൽ തന്നെ വേണം SLനെ കീപ്പ് ചെയ്യാൻ. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ ഈ ഒരു ലോയിലേക്ക്, ഈ ഒരു സിംഗിൾ ലോയിലേക്ക് മാർക്കറ്റ് വരുന്നത്, ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഔട്ടിലും ട്രേഡ് നോക്കാം. ഓക്കെ, ബ്രേക്ക് ഔട്ടിൽ അപ്പോൾ ഇവിടെ അവസാനത്തൊരു ഹൈ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. ഓക്കെ, ആ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് വെക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു പുൾ ബാക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോഴും നിങ്ങളുടെ റിസ്ക് എവിടെയായിരിക്കും? ഇവിടെയുള്ള ഒരു ലോ നോക്കുക, ഒരു സെല്ലിംഗ് പ്രഷർ നടന്നിട്ട് പോയ ഒരു ഏരിയ നോക്കുക. അപ്പോൾ ഇവിടെയാണ് ഒരു സെല്ലിംഗ് പ്രഷർ നടന്നു പോയത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നോക്കേണ്ടതെന്ന് പറയുന്നത്
ഈ ഒരു ലോയ്ക്ക് താഴത്ത് തന്നെയായിരിക്കണം. കാരണം ഇവിടെയാണ് ഒരു സെല്ലിംഗ് പ്രഷർ നടന്നിട്ട് മുകളിലോട്ട് പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ലോ വരെയും സപ്പോർട്ടാകാമെന്നുള്ള വ്യൂ ആണ്. അതിന് താഴത്ത് പോയാലേ മാർക്കറ്റ് വീണ്ടും അടുത്ത ലോയിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ബ്രേക്കൗട്ടിലും ഇങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം. നല്ല വോളിയത്തോടു കൂടിയുള്ള ക്യാൻഡിലായിരിക്കണം മുകളിൽ ക്ലോസ് വെക്കുന്നത്, ആ ഒരു ഹൈക്ക് മുകളിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റുകൾ നോക്കുക. ഇവിടെ ഒരു സ്വിങ് ഹൈ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്വിങ് ഹൈ ഉണ്ട്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ടാർഗറ്റിലോട്ട് ദൂരം കിട്ടുന്ന ട്രേഡുകൾ എടുക്കാനായിട്ട് നിൽക്കുക. ഓക്കെ, ഈ ചെറിയ ചെറിയ ദൂരമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ചിലപ്പം വലിയൊരു മൂവ്മെൻ്റ് ഒന്നും അവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ദൂരത്തിലുള്ളൂ. കാരണം ഈ സ്വിങ് ട്രേഡ് എടുക്കാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സമയം. നമുക്ക് എപ്പോഴും ട്രേഡ് കിട്ടുന്നത് അല്ല ഈ സ്വിങ് ട്രേഡിൽ നിന്ന്. വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടായാലും ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായാലും SL കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് ട്രേഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്തൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോ കണ്ടു നോക്കുക. ഈ ഒരു സ്വിങ് ട്രേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ബുള്ളിഷായിട്ട് നിൽക്കുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ വരുമ്പോൾ ബൈ എടുക്കുക, തൊട്ട് മേളിലുള്ള സ്വിങ് ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടാകാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഒരു ഡിമാൻഡ് ഏരിയയുടെ സപ്പോർട്ടാകാം. ഓക്കെ, അപ്പോൾ ഈ സ്വിങ് ട്രേഡ് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്തിരുന്ന് ട്രേഡ് എടുക്കേണ്ട ഒരു സംഗതിയാണ്. സമയമെടുക്കും. നമുക്ക് എല്ലാ ദിവസവും എൻട്രി ഒന്നും കിട്ടണമെന്നില്ല, വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ടാർഗറ്റ് ബുക്ക് ചെയ്യാനായാലും കുറേയധികം ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടൊക്കെ വരും. ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ ഹോൾഡ് ചെയ്ത് ചെയ്യുന്ന രീതിയാണ് ഈ സ്വിങ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.